മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന പരസ്യ ചർച്ചകളിൽ കോൺഗ്രസിൽ അതൃപ്തി. ചർച്ചകൾ അനാവശ്യമെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അഭിപ്രായം പറയുന്നില്ല എന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. സൈബർ പോരാളികളല്ല മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതെന്നും ബെന്നി ബെഹനാൻ MP തുറന്നടിച്ചു. കോൺഗ്രസിലെ ചർച്ചകളെ മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചു. ഫലപ്രഖ്യാപനത്തിന് മുമ്പേ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ കടുത്ത അതൃപ്തിയിലാണ്. ചർച്ചകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. വിജയം കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെയും പ്രവർത്തകരുടെയും മനോവീര്യം കെടുത്തുന്നതാണ് ഇത്തരം ചർച്ചകളെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. ഫലം വരുന്നതിന് മുമ്പുള്ള പരസ്യ ചർച്ച അനാവശ്യമാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. രാഹുൽ ഗാന്ധി പറഞ്ഞ് അതേ വാചകം ഏറ്റെടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളുടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒന്നിച്ച് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കളിക്കണം, ഇതിൽ സിംഗിൾ ഡാൻസ് കളിക്കരുത്. അത് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ടീം UDF. സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആസൂത്രിത നീക്കങ്ങളോടുള്ള അമർഷവും പ്രതികരണങ്ങളിൽ കാണാം. സൈബർ പോരാളികളും സോഷ്യൽ മീഡിയയുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കണം. എന്റെ അഭിപ്രായം പറഞ്ഞു. ആ ചർച്ച ഞാനിവിടെ അവസാനിപ്പിച്ചു. പൂന്താനത്തിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യമന്ത്രി ചർച്ചകളെ തള്ളിയത്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ. അങ്ങനെ നാണം കെട്ട് നടക്കേണ്ട ഒരു പദവിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെ കളിയാക്കി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. എത്ര 3 മുഖ്യമന്ത്രിമാരുണ്ടോ? 5 3 ഇനിയും കൂടും. കഴിഞ്ഞ പ്രാവശ്യം വകുപ്പെല്ലാം തിരിച്ചിരുന്നു. കാറിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. നമ്പർ 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.